morning to all. Today we are going to discuss a new chapter, discharge of contract. And when the rights and obligations arising out of a contract are completely extinguished, the contract is said to be discharged or terminated. And a contract gets discharged by reason of performance. It can be either actual performance or attempted performance, by reason of subsequent or supervening impossibility, by mutual consent or mutual agreement, then by reason of lapse of time, and by the operation of law itself, and by breach of contract. These all are the various modes under which a contract gets discharged. അതായത് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുന്നത്, അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ലാതെ ആവുന്ന സിറ്റുവേഷൻ ഏതാണോ അതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സിറ്റുവേഷൻ വേർ എ കോൺട്രാക്ട് സീസസ് ടു എക്സിസ്റ്റ് ആസ് എ കോൺട്രാക്ട്. ഒന്നുകിൽ ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷൻസും നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരമുള്ള ഒരു എഗ്രിമെൻറ്റിന് പുറത്ത് ഈ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു കോൺട്രാക്ട് എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഓൾഡ് കോൺട്രാക്ട് പിന്നീട് നമ്മൾ പെർഫോം ചെയ്യേണ്ടതുണ്ടായിരിക്കത്തില്ല. അതല്ലെങ്കിൽ സൂപ്പർവിനിങ് ഇമ്പോസിബിലിറ്റി മൂലം ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എന്താണോ അവർക്കോട് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടത് അത് അസാധ്യമായി മാറിയിരിക്കുക. അതല്ലെങ്കിൽ ടൈം എന്തായിരിക്കാം, ലാപ്സ് ആയിട്ടുണ്ടായിരിക്കാം, പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങളാലെല്ലാം എന്താണ് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ്ഡ് ആവാം. അല്ലെങ്കിൽ ആ കോൺട്രാക്ട് പിന്നീട് നമ്മൾ പെർഫോം ചെയ്യേണ്ടതില്ല. ഒന്നുകിൽ നമ്മൾ നിലവിൽ ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷൻസും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാരണങ്ങളാൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് സിറ്റുവേഷനിലും ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ്ഡ് ആവുന്ന യൂഷ്വൽ മോഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, a contract gets discharged by way of performance. That performance may be either actual performance or attempted performance. Then by reason of mutual agreement or mutual consent. Then by subsequent or supervening impossibility, by lapse of time, and by operation of law, and by the breach of contract. The first one, by performance. The main reason of the discharge of a contract is performance, or the usual mode of discharge of a contract is performance. And the actual performance means when each parties to a contract fulfill their respective obligations arising under the contract within the time and in the manner prescribed, it amounts to actual performance of the contract, and the contract comes to an end and the contract stands discharged. അതായത് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് ത്രൂ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് എന്താണോ ആ പ്രോമിസ് രണ്ട് പാർട്ടിയും എന്ത് ചെയ്യുന്നു, ഫുൾഫിൽ ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്ത വാഗ്ദാനവും അതുപോലെ ഇങ്ങോട്ട് കിട്ടിയ വാഗ്ദാനവും രണ്ട് വ്യക്തികളും ഫുൾഫിൽ ചെയ്യുന്ന പക്ഷം പിന്നെ ആ കോൺട്രാക്ടിന് ഫർദറൻസ് ഇല്ല, കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. Then next comes the attempted performance or tender. The attempted performance is otherwise known as tender. And attempted performance means the promiser offers to perform the obligation under the contract, but he is unable to do so because the promisee does not accept the performance, or the promisee is not ready to accept the performance from the promiser, so he is not able to perform the promise. Here the promiser extends his readiness of mind to perform the contract for the promisee, but he can't perform the contract because the other person is not willing to accept it from the promiser. This is known as attempted performance or tender. It is just an attempt to perform the contract and it's not the actual performance. അറ്റംപ്റ്റഡ് പെർഫോമൻസ് അതല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോമിസർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണോ അത് ചെയ്തു കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് നിറവേറ്റാനുള്ള അയാളുടെ സന്നദ്ധത പ്രോമിസിയെ അറിയിക്കുന്നു. പക്ഷെങ്കിൽ അത് പെർഫോം ചെയ്യാനായിട്ട് അയാൾക്ക് സാധ്യമാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസി അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ആ പ്രോമിസ് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഓക്കെ, അതായത് വാഗ്ദാനം കൊടുത്ത ആള് ആ വാഗ്ദാനം നിറവേറ്റാനായിട്ട് തയ്യാറാണ്. അദ്ദേഹത്തിന് അത് പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം
പ്രോമിസി ആരാണോ അല്ലെങ്കിൽ വാഗ്ദാനം സ്വീകരിക്കേണ്ട വ്യക്തി ആരാണോ അദ്ദേഹം അത് സ്വീകരിക്കാനുള്ള വില്ലിങ്നെസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ അവിടെ ഒരു ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നില്ലെങ്കിൽ കൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഹാസ് മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു പെർഫോം ദ സെയിം. Since it can be treated as an attempted performance which is equivalent to actual performance, it is otherwise known as a tender. Okay. Then next comes essentials of a valid tender. For a tender to be valid, it must satisfy certain conditions, and these are the conditions. The first condition is that a tender must be unconditional. Conditional tender is not a tender, and the promisee is not under any compulsion to receive such conditional tenders at all. Okay. Or the promisor is not expected to attach any new and additional conditions to the contract without getting the consent from the promisee. ഓക്കെ, അതായത് ഒരു ടെൻഡർ ഒരു വാലിഡ് ടെൻഡർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: ദ ടെൻഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആൻഡ് എ കണ്ടീഷണൽ ടെൻഡർ ഇസ് നോട്ട് എ വാലിഡ് ടെൻഡർ. അതായത് നമ്മൾ എന്താണോ അദ്ദേഹത്തിന് ആദ്യം കൊടുത്തിരിക്കുന്ന പ്രോമിസ്, ആസ് ഇറ്റ് ഈസ് ആ പ്രോമിസ് അങ്ങനെ തന്നെ പെർഫോം ചെയ്യാനുള്ള വില്ലിങ്നെസ് ആയിരിക്കണം അറിയിക്കേണ്ടത്. അതല്ലാതെ അതോടൊപ്പം നമ്മളൊരു പുതിയ കണ്ടീഷനും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഈ ഒരു പ്രത്യേക കാര്യം കൂടെ എനിക്ക് വേണ്ടി ചെയ്തു തരികയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഞാൻ മുൻകൂട്ടി തന്നിരിക്കുന്ന വാഗ്ദാന പ്രകാരമുള്ള കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കില്ല? പ്രോമിസിക്കില്ല. ആദ്യം നമ്മൾ കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്താണോ അത് അങ്ങനെ തന്നെ നിറവേറ്റാം എന്നുള്ള സന്നദ്ധത അറിയിക്കുമ്പോഴാണ് അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കുള്ളൂ? പ്രോമിസിക്കുള്ളൂ. ആ ഒരു സന്നദ്ധത അറിയിച്ചിട്ട് അത് സ്വീകരിക്കാത്ത പക്ഷം മാത്രമേ അതിനെ എന്താണ് ഒരു ടെൻഡറായിട്ട് അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അതല്ല അതിൻ്റെ കൂടെ പുതിയൊരു കണ്ടീഷൻ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് അത് സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് തന്നെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വാഗ്ദാന ലംഘനമായിട്ടേ അവിടെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതൊരു അറ്റംപ്റ്റഡ് പെർഫോമൻസോ ടെൻഡറോ ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, the tender must be made at the proper time and at the proper place. That means a tender before or after the due date or at a place other than the agreed place does not amount to a valid tender. അതായത് പറഞ്ഞ സ്ഥലത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞ സ്ഥലത്ത് പറയുന്ന സമയത്തായിരിക്കണം നമ്മൾ നമ്മളുടെ പെർഫോം ചെയ്യാനുള്ള വില്ലിങ്നെസ് അറിയിക്കേണ്ടത്. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, അവിടെ വെച്ച് പെർഫോം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുമ്പോ പിൻപോ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കില്ല? പ്രോമിസിക്കില്ല. അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല? അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വാലിഡ് ടെൻഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി ഓഫ് ദ ഹോൾ ഒബ്ലിഗേഷൻ കോൺട്രാക്റ്റഡ് ഫോർ ആൻഡ് നോട്ട് ഓൺലി ഓഫ് ദ പാർട്ട് ഓഫ് ദ കോൺട്രാക്ട്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 lakhs rupees 10th മെയ് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ ആ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള നമ്മളുടെ സന്നദ്ധതയായിരിക്കണം അറിയിക്കേണ്ടത്. അതല്ലാതെ 5 ലക്ഷം രൂപ അന്ന് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കില്ല? പ്രോമിസിക്കില്ല. എന്താണോ നമ്മൾ മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അത് ആസ് എ ഹോൾ അത് പെർഫോം ചെയ്യാനുള്ള വില്ലിങ്നെസ് അറിയിക്കുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കുള്ളൂ? പ്രോമിസിക്കുള്ളൂ. അതല്ലാതെ അതിൻ്റെ ഒരു പകുതിയാണ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കില്ല? പ്രോമിസിക്കില്ല. അതൊരു ആക്ച്വൽ ടെൻഡറായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഓക്കെ. The next point, in case of a tender of goods, reasonable opportunity must be given to the promisee for the inspection of the goods. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഡെലിവറിയാണ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഡെലിവറിയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ, ഒരു ലോഡ് ഗുഡ്സ് കൊണ്ടുവന്നിട്ട് അയാളുടെ വീടിൻ്റെ മുൻവശത്ത് ഇറക്കിയിട്ട് ഒപ്പിട്ട് തരാൻ പറയുകയാണ്, അല്ലെങ്കിൽ സ്വീകരിച്ചതായിട്ട് അയാളോട് സൈൻ ചെയ്ത് തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അത് അന്നേരം തന്നെ സൈൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു റീസണബിൾ ടൈം കൂടെയും കിട്ടണം. അതിനുശേഷം അയാൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് പ്രകാരമുള്ള ഗുഡ്സ് ആണതെന്നുള്ളത് ഉറപ്പ് വരുത്തി അത് സ്വീകരിക്കുക എന്നുള്ളത് പ്രോമിസിയുടെ റൈറ്റാണ്. ആ ഒരു റൈറ്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു ആക്ച്വൽ പെർഫോമൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് കരുതാൻ പറ്റുള്ളൂ. ആ റീസണബിൾ ടൈമും അല്ലെങ്കിൽ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ചെക്കിങ് അയാൾക്ക് കൊടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ അയാളെ നമുക്ക്
അയാളുടെ ഭാഗത്ത് ഡിഫോൾട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് എന്താവത്തില്ല, ഒരു വാലിഡ് ടെൻഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ എ പേഴ്സൺ ഹു ഈസ് ഏബിൾ ടു പെർഫോം. ഇപ്പോൾ ഈ പ്രോമിസ് കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഓഫർ കൊടുക്കുന്ന സമയത്ത് അയാളത് പെർഫോം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലും കൂടെ ആയിരിക്കണം. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്തല്ല, അതിനുശേഷം അയാൾ എപ്പോഴാണോ അത് പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത് അയാളുടെ സന്നദ്ധത അറിയിക്കുമ്പോൾ അതിന് പറ്റിയ ഒരു ഫിസിക്കലി അയാൾ അതിന് ഏബിൾ ആയിരിക്കുകയും വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത് അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അയാളൊരു ലുണാറ്റിക് ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അയാൾ ആ സമയത്ത് ഇൻസോൾവെന്റ് ആവുകയെന്ന് കരുതട്ടെ, ആ സമയത്ത് അയാൾ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് മൈൻഡ് സ്റ്റേബിൾ അല്ല, അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഇൻസോൾവെന്റ് ആണ്. ആ രണ്ട് കേസിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അയാളുടെ ഓഫർ മറ്റേ ആൾ സ്വീകരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ പ്രോപ്പർ പേഴ്സൺ. പ്രോപ്പർ പേഴ്സൺ മീൻസ് ടു ദ പ്രോമിസി ഓർ ടു ഹിസ് ഏജന്റ്. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിനുള്ള ഓഫർ അറിയിക്കുന്ന സമയത്ത് അത് അറിയിച്ചിരിക്കേണ്ട പ്രോമിസിയോടോ അല്ലെങ്കിൽ പ്രോമിസി ചുമതലപ്പെടുത്തിയിരിക്കുന്ന അയാളുടെ ഏജന്റിനോടോ ആയിരിക്കണം. വെറുതെ ആരോടെങ്കിലും പോയിട്ട് ഞാൻ ഇന്ന സമയത്ത് പെർഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് പെർഫോം ചെയ്തുകൊള്ളാന്ന് അറിയിച്ചിട്ട് അത് പ്രോമിസി അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാലിഡ് ടെൻഡറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്നുകിൽ പ്രോമിസി അല്ലെങ്കിൽ പ്രോമിസി ചുമതലപ്പെടുത്തിയ വ്യക്തിയോ നമ്മൾ അറിയിച്ചിരിക്കണം നമ്മൾക്കത് പെർഫോം ചെയ്യാനുള്ള നമ്മളുടെ സന്നദ്ധത. എന്നിട്ടും നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ മാത്രമേ അവിടെ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ടെൻഡറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഒരു തേർഡ് പാർട്ടി മുഖാന്തരം ആരെങ്കിലും അറിയിച്ചത് കൊണ്ട് അതൊരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. The next point, if there are several joint promises, an offer to any one of them is a valid tender. അതായത് ഒന്നിൽ കൂടുതൽ പ്രോമിസീസ് ഉണ്ട്, ഒരു വ്യക്തിയാണ് വാഗ്ദാനം കൊടുക്കുന്നത്, അത് ഒന്നിൽ കൂടുതൽ പേർക്ക് ജോയിന്റ് ആയിട്ടാണ് വാഗ്ദാനം കൊടുക്കുന്നതെങ്കിൽ അതിലേതെങ്കിലും ഒരാളോട് നമ്മളുടെ സന്നദ്ധത അറിയിച്ചാൽ കൂടെ അതിനെ ഒരു ആക്ച്വൽ ടെൻഡർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇൻ കേസ് ഓഫ് ടെൻഡർ ഓഫ് മണി, എക്സാക്ട് എമൗണ്ട് ഷുഡ് ബി ടെൻഡേർഡ് ഇൻ ദ ലീഗൽ ടെൻഡർ മണി. ദറ്റ് ഈസ് നോട്ട് ലാർജർ ഓർ സ്മോളർ എമൗണ്ട്. അതായത് പണമാണ് നമ്മൾ കൊടുക്കാനുള്ളതെങ്കിൽ എത്രയാണോ ലീഗൽ ടെൻഡർ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ എക്സാക്ട് ഫോമിലോ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കണം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ബസ്സിലാണ് കയറുന്നതെന്ന് ഇരിക്കട്ടെ, കണ്ടക്ടർ അടുത്തോട്ട് നമ്മൾ 2 രൂപയുടെ ഒരു ടിക്കറ്റിന് പകരം 2000 രൂപയാണ് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അതൊരു എക്സാക്ട് ടെൻഡർ ആണെന്ന് പറയാനായിട്ട് എക്സാക്ട് എമൗണ്ട് ആണ് കൊടുത്തതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുള്ള ബാലൻസ് കൊടുക്കാനായിട്ട് കണ്ടക്ടർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് ഈ അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നിരിക്കണം കൊടുക്കേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ 100 രൂപയുടെ 200 രൂപയുടെ ഒരു ടിക്കറ്റാണ് എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ, അപ്പോൾ 1 രൂപയുടെ കുറെ കോയിൻസ് ആണ് കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ കണ്ടക്ടർക്ക് ആ കോയിൻസ് എല്ലാം എണ്ണി തിട്ടപ്പെടുത്താനുള്ള ഒരു സാവകാശം അവിടെ കിട്ടുന്നില്ല. അപ്പൊ അത് സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കില്ല, കണ്ടക്ടർക്കില്ല. അപ്പൊ അതൊരു ആക്ച്വൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്, അത് നിരസിക്കാനുള്ള എല്ലാ റൈറ്റും ആർക്കുണ്ട്, കണ്ടക്ടർക്കുണ്ട്. അയാൾ അത് നിരസിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അവിടെ ഡിഫോൾട്ടറായിട്ടാണ് ആ പ്രോമിസറെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായതായിട്ട് വേണം കരുതാനായിട്ട്. അയാൾ പെർഫോം ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദീസ് ഓൾ ആർ ദ വേരിയസ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ.